ഇന്നത്തെ തുടക്കം തന്നെ ഭയങ്കര അടിപൊളിയാട്ടോ. കിളി ഷിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള യാതൊരു ഭാവവും ആ മുഖത്തില്ല. അപ്പം തന്നെ നല്ല കൂട്ട്നെസ് ഇട്ട് വിതിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് സോൾട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഒരുത്തി ഇവിടെ കിടന്ന് മാരക അഭിനയിക്കുക ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് 3 ടേക്ക് പോയി. മൂന്നാമത്തെ ടേക്കിൻ്റെ ഭയങ്കര വലിയൊരുത്തി അഭിനയിച്ചത്. അപ്പോൾ ഒരു കുഞ്ഞ് ഫ്രണ്ടിലുണ്ടായിരുന്ന ഡോറ് തുറക്കാൻ പറ്റില്ല. അങ്ങനെ അത് ചീറ്റിപ്പോയി. നമ്മൾ നേരെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് മേളിലിരിക്കാന്ന് വെച്ചിട്ട് അവിടെയും പോയുള്ള അഭിനയം തീർന്നിട്ടില്ല. എൻ്റെ വാവ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ മേളിൽ പോയിരുന്നു. നമ്മൾ മന്തി കഴിക്കാനാണ് വന്നത്. എങ്കിലും ഒരു മെനു കാർഡ് തന്ന സ്ഥിതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് എല്ലാവരും വായിച്ചു കൊടുത്തിട്ട് മന്തി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ അങ്ങനത്തെ അൽഫാം മന്തി എത്തിയിട്ടുണ്ട്. മന്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൺട്രോളുമല്ലോ. അപ്പം തന്നെ എടുത്ത് പാത്രത്തിലിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറേ കഴിച്ച് കഴിയുമ്പോൾ കാണുന്ന ആക്രാന്തം മാത്രമല്ല മടുക്കുകയും ചെയ്യും. എത്രയൊക്കെ പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എല്ലാണ് ഇഷ്ടം. ഞങ്ങളോട്ട് എല്ല് കടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്ത കണക്ക് അപ്പുറത്ത് പോയി ഞാൻ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കഴിച്ചൊരു വഴിയായി ഇറക്കി അനങ്ങാൻ വയ്യാതിരിക്കുകയായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കയറി കേട്ടോ. ഇവിടെ മൊത്തം മിഠായി, എവിടെ പോയാലും മിഠായി ആയിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവിടെ തന്നെ കിടക്കാൻ തോന്നുന്നു. ഇവിടെ വല്ല തൂക്കാനും ജോലിക്ക് കയറി മാസം സാലറി മേടിക്കാതെ മിഠായി മേടിച്ചാലെന്നൊരു ചിന്തിച്ചു. അങ്ങനെ എന്തോ മിഠായി എടുത്ത് നോക്കിയിട്ട് ഒന്നും മനസ്സിലാതെ എക്സ്പ്രഷൻ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വയറ്റിലൊരു തുള്ളി സ്ഥലം പോലും ഇല്ലെങ്കിലും പാനിപ്പൂരി ഉണ്ട്. പാനിപ്പൂരി ഉണ്ടെങ്കിൽ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കും. അങ്ങനെ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കി പാനിപ്പൂരിയും കഴിച്ചിട്ട് നേരെ നമ്മൾ ഓഫീസിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അന്ന് നമ്മൾ ഹോസ്പിറ്റലായതുകൊണ്ട് മുറിക്കാൻ വേണ്ടി പറ്റില്ല. ഒരുത്തിനെ കുറേ നേരം കൊണ്ട് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വിളിച്ചിരിക്കുന്നത്. അവസാനം കേക്ക് കട്ട് ചെയ്യാൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വന്ന് കേക്ക് കട്ടിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ ടാറ്റാ.